അത്തോളി ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം മുതൽ ഹൈസ്കൂൾ വിഭാഗം വരെയുള്ള വിദ്യാർത്ഥികൾ എലിയോട് മല സംരക്ഷണ സഭയുടെ ഭാഗമായി ഹരിതസ്പർശ പരിപാടിയുമായി എലിയോട് മലയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിന്റെ യമുനയാണ്. ഇനി എന്റെ ശാന്തിയുമെടുത്തു കൊള്ളുക. ഇനി എന്റെ ശാന്തിയുമെടുത്തു കൊള്ളുക. കതിരു കൊത്താൻ കൂട്ടുകിളികളില്ല, കിളിയകറ്റാൻ കടും താളമില്ല. നുരയിട്ടു നിവരുന്ന ചെറുമിതൻ ചുണ്ടിൽ വയൽ പാട്ടു ചാർത്തും ചുവപ്പുമില്ല. കതിരു കൊത്താൻ കൂട്ടുകിളികളില്ല, കിളിയകറ്റാൻ കടും താളമില്ല. നുരയിട്ടു നിവരുന്ന ചെറുമിതൻ ചുണ്ടിൽ വയൽ പാട്ടു ചാർത്തും ചുവപ്പുമില്ല. നാമ്പുകളുണങ്ങിയ നുകപ്പാടിനോരത്തു നോക്കുകുത്തി പലക ബാക്കിയായി. നാമ്പുകളുണങ്ങിയ നുകപ്പാടിനോരത്തു നോക്കുകുത്തി പലക ബാക്കിയായി. ഇനി എന്റെ പാട്ടുകളെടുത്തു കൊള്ളുക. ഇനി എന്റെ പാട്ടുകളെടുത്തു കൊള്ളുക. ഇനി എന്റെ പാട്ടുകളെടുത്തു കൊള്ളുക. ഇനി എന്റെ പാട്ടുകളെടുത്തു കൊള്ളുക. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. മാനത്തു കണ്ണികൾ മാരശരമെയ്യുന്ന മാനസ സരസാം ജലച്ചെപ്പുകൾ. ധ്യാനിച്ചു നിൽക്കുന്ന ശ്വേതസന്യാസികൾ, നാണിച്ചു നിൽക്കും കുളക്കോഴികൾ. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. മാനത്തു കണ്ണികൾ മാരശരമെയ്യുന്ന മാനസ സരസാം ജലച്ചെപ്പുകൾ. ധ്യാനിച്ചു നിൽക്കുന്ന ശ്വേതസന്യാസികൾ, നാണിച്ചു നിൽക്കും കുളക്കോഴികൾ. പോയി മറഞ്ഞെങ്ങോ വിളക്കാല ഭംഗികൾ, വറുതി കത്തുന്നു കറുക്കുന്നു ചിന്തകൾ. ഇനി എന്റെ ബോധവുമെടുത്തു കൊള്ളുക. ഇനി എന്റെ ബോധവുമെടുത്തു കൊള്ളുക. ഇനി എന്റെ ബോധവുമെടുത്തു കൊള്ളുക. ഇനി എന്റെ ബോധവുമെടുത്തു കൊള്ളുക.
വൈക്കോൽമിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടി കടത്തെയ്യങ്ങളാടുന്നു. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര ആളുടെ പേരറിയാം. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര ആളുടെ പേരറിയാം. എത്ര മുഖത്തിൻ ചിരിയറിയാം, എത്ര നോവിൻ നേരറിയാം. എത്ര മുഖത്തിൻ ചിരിയറിയാം, എത്ര നോവിൻ നേരറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി. ഒത്തിരി ഒത്തിരി ബാക്കി. ഒത്തിരി ഒത്തിരി ബാക്കി. ഓർത്തു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര മരത്തിൻ തണലറിയാം. ഓർത്തു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര മരത്തിൻ തണലറിയാം. എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം. എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി. ഒത്തിരി ഒത്തിരി ബാക്കി. ഒത്തിരി ഒത്തിരി ബാക്കി. ഒത്തിരി ഒത്തിരി ബാക്കി. ഒത്തിരി ഒത്തിരി ബാക്കി. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്. ജില്ലയിലെ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ കൂടി ചെങ്കൽ ഖനിയായി നാശത്തിലേക്ക്. വൻതോതിൽ ഇരുമ്പയർ നിക്ഷേപം കണ്ടെത്തിയ എടക്കര എലയോട്ടുമലയാണ് ഇപ്പോൾ ഭൂമി കുഴിക്കുന്ന യന്ത്രങ്ങൾ കൈയടക്കിയിരിക്കുന്നത്. മലയുടെ മുകളിൽ ടെന്റുകൾ കെട്ടി താമസിച്ച് ദിവസം മുഴുവൻ നീളുന്ന ഖനനമാണ് നടക്കുന്നത്. നാട്ടുകാരായ തൊഴിലാളികൾക്കൊപ്പം മറുനാടൻ തൊഴിലാളികളും ധാരാളം. ഏത് സമയവും ഖനനത്തിന് നിരോധനം വന്നേക്കാമെന്നതിനാൽ അതിവേഗത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. സമീപവാസികളുടെ ഉറക്കമുണരുന്നത് തന്നെ യന്ത്രമുരൾച്ച കേട്ടാണ്. എസ്റ്റേറ്റിന് ഉള്ളിലൂടെ മലയുടെ മുകൾ പരപ്പ് വരെ നിരത്ത് വെട്ടിക്കഴിഞ്ഞു. 10-15 ലോറികളാണ് ഇതുവഴി ഇരുമ്പൻ കല്ലുകളുമായി മലയിറങ്ങുന്നത്. തലക്കുളത്തൂർ, അത്തോളി പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന പ്രധാന അരുവികളുടെയും തോടുകളുടെയും പ്രഭാവ കേന്ദ്രമായ എലിയോട്ടുമലയാണ് നാശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മലയെ അടിസ്ഥാനമാക്കിയാണ് പ്രദേശത്തെ നീർത്തടാധിഷ്ഠിത പദ്ധതികൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രമുഖ കാർഷിക കേന്ദ്രങ്ങളായ എടക്കര, അന്നശ്ശേരി, പാവയിൽ, കൊളക്കാട്, മുന്നൂർക്കയിൽ എന്നീ പ്രദേശങ്ങളിലെ കാർഷിക വിളകൾ ഇവിടത്തെ നീർമറിയുടെ ഔദാര്യത്തിലാണ് നിലനിൽക്കുന്നത്. മലയുടെ 4 ചെരുവിലേക്കും ഇപ്പോൾ സമൃദ്ധമായ നീരുറവയാണ് ഉള്ളത്. ഖനനം തുടരുന്നതിലൂടെ മലയുടെ മുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീരുറവകൾ നിലയ്ക്കും. മലയിലെ അപൂർവങ്ങളായ സസ്യജാലങ്ങളും ജന്തുക്കളും എന്നേക്കുമായി ഓർമ്മയിലാവും. മലയുടെ കിഴക്കൻ ചെരുവിലാണ് 27 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന വള്ളിക്കാട്ടുകാവ് ദേവസ്വം വനം. ഇവിടത്തെ കാവും കാവിലെ വാനരന്മാരും മയിലുകളും മറ്റു ജീവജാലങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന നിത്യതീർത്ഥവും ഖനനം മൂലം നാശോന്മുഖമാവാനിടയുണ്ട്. പടിഞ്ഞാറൻ ചെരുവിലും സമാനമായ അരീക്കോട് ക്ഷേത്രവും എലിയോട്ടമ്പലവുമുണ്ട്. നാം ഇപ്പോൾ ഈ നാടിന്റെ കുന്ന് ഒരു വ്യക്തിയുടെ കുന്നല്ല. ഈ നാടിനൊരു കുന്നുണ്ട്. ഈ നാടിന്റെ കുന്നിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ നാട് ഈ കുന്നുകൂടി ചേർന്നതാണ്. ഇക്കാലം അത്രയും ചീക്കിലോട് ഈ മല എന്ന് പറയുന്നത്, മലയുടെ പേരെന്താ സുരേഷ് മാഷ്? എലിയോട്ട് മല. എലിയോട് മല എന്ന് പറയുന്നത് എലിയോട് മല ഉള്ളത് കൊണ്ടാണ് എലിയോട് മല എന്ന് ഈ പ്രദേശത്തിന് പേരുണ്ടായത്. ആ മല ഇല്ലാത്ത ഒരു നാടാവാൻ പോവുകയാണ് ഈ ഗ്രാമം. ഈ നാടിന് അതിന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമര നീക്കമാണ് നടക്കാൻ പോകുന്നത്. ഈ നാടിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് എലിയോട്ട് മല എന്നുള്ള പേര്. ഈ കുന്ന്, ഈ മല ഈ നാടിന്റെ പേരായി മാറുകയാണ്. ആ പേര് മായാൻ പോവുകയാണ്. ആ പേര് മായ്ക്കാൻ പോവുകയാണ്.
ഇന്ന് ഇവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ നാടിനെ, നാടിന്റെ പേരിനെ സംരക്ഷിക്കുക എന്നുള്ളത്. നാടിന്റെ പേര് സംരക്ഷിക്കപ്പെടുമ്പോൾ നാടിനെ തന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നാടിന്റെ രൂപം നാം സംരക്ഷിക്കുന്നു. ഈ നാടിന് കാലത്തിലൂടെ രൂപം കൊണ്ട ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ഒരു വലിയ കുന്നാകുന്ന കാഴ്ചയാണ്. ഈ കാഴ്ച നഷ്ടപ്പെടാൻ പോകുന്നു. ഈ കാഴ്ച കാലത്തിൽ രൂപം കൊണ്ട കാഴ്ചയാണ്. ഈ രൂപം കാലം സൃഷ്ടിച്ച രൂപമാണ്. ഭൂമി രൂപം പ്രാപിക്കുന്ന കാലത്തെ രൂപം കൊണ്ട കുന്നാണ് ഇത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. ഇത് മനുഷ്യരാരും ഉണ്ടാക്കിയ കുന്നല്ല. ഇത് പ്രകൃതി ഉണ്ടാക്കിയ കുന്നാണ്. ഈ കുന്ന് ഭൂമി രൂപം പ്രാപിക്കുന്ന കാലത്ത് രൂപപ്പെട്ട അവസ്ഥയിൽ ഇത് ഒരു കുന്നായിരുന്നു. ആ കുന്നിന് പിന്നീടാണ് എലിയോട് മല എന്നുള്ള പേര് വന്നത്. പ്രകൃതി നിശ്ചയിച്ചു നൽകിയിരിക്കുന്ന ഭൂമിയുടെ രൂപമാണ് ഈ കുന്ന്. ഈ രൂപം ഈ നാടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ, രൂപത്തെ സ്വാധീനിക്കുന്ന കുന്നാണ്. കുന്നിന് താഴ്വരയിൽ താമസിക്കുന്നവർക്ക് തൊട്ടടുത്തൊരു കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാലം വരും. ഒരു കുന്നുണ്ടായിരുന്നു ഇവിടെ. ആ കുന്നിന്റെ പേരായിരുന്നു എലിയോട്ട് മല. ഇന്ന് ആ എലിയോട് മലയില്ല. അന്ന് നിങ്ങൾ എന്തുകൊണ്ടാ എലിയോട് മലയെ സംരക്ഷിച്ചില്ല എന്ന് മക്കളായ നിങ്ങളോട് പറയാണ്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരോട് തീർച്ചയായും ചോദിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? നാടിന്റെ കുന്നായ, ഈ നാടിന്റെ പേര് പോലുമായ ഈ കുന്നിനെ ഏതോ ഒരുവൻ പണത്തിന് വേണ്ടി വെട്ടിനുറുക്കി കാശാക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളത് കണ്ടിരുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ ചോറും കറിയും മാത്രം ചിന്തിച്ച് ഒരു കൂരയ്ക്ക് ഉള്ളിൽ കഴിഞ്ഞു പോകുന്നതാണോ? എങ്കിൽ നിങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു അഭിപ്രായവുമില്ല. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയണം. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമോ? നിങ്ങളുടെ മക്കളുടെ കാലത്തും ഈ കുന്നുണ്ടാവില്ലല്ലോ. നിങ്ങളുടെ രക്ഷിതാക്കൾ, അച്ഛനമ്മമാരുള്ള കാലത്ത് ഈ കുന്ന് തട്ടിരിക്കുന്നു. തൊട്ടിട്ടേ ഉള്ളൂ, ഒരു കുറി തൊടുന്ന മാതിരി. അപകടത്തിൻ്റെതായിരിക്കുന്ന ചിഹ്നമായ ഒരു കുറി ഈ കുന്നിന് വീണിരിക്കുന്നു. ശ്രദ്ധിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാം. എന്തും വരട്ടെ. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കുന്നിങ്ങനെ ഇടിച്ച് എടുക്കാൻ, നാട്ടുകാരുടെ കുന്ന് ഒരു വ്യക്തി ഇങ്ങനെ ഇടിച്ച് എടുക്കാൻ, ഇടിച്ച് തകർക്കാൻ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് അധികാരം കിട്ടിയത്? ഒരു കടലാസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ആധാരം എന്ന് പറയുന്ന കടലാസ്. ആ ആധാരം അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ്. അതുകൊണ്ട് ഇതെന്തും ചെയ്യാമെന്നുള്ള അവകാശവാദമാണ് ഈ നടക്കുന്നത്. ഇതെന്തും ചെയ്യാം, എനിക്ക് ഇതിന്റെ ആധാരമുണ്ട്, അത് ഞാൻ എൻ്റെ തലയണക്കുള്ളിൽ അടിയിൽ വെച്ചിട്ട് അതിന്റെ മേലെയാണ് ഞാൻ ദിവസവും കിടന്നുറങ്ങാറ്. ഈ കുന്ന് എന്റേതാണ്, എനിക്ക് ഇഷ്ടം പോലെ ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു ധിക്കാരം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ നാട്ടിന്റെ കാര്യം വേറെ, അതാരും നോക്കാനില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം നോക്കണ്ടേ? എനിക്കൊരു കുന്നിന്റെ ആധാരമുണ്ട്, ഞാൻ എൻ്റെ കാര്യം നോക്കണ്ടേ? എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം നോക്കണ്ടേ? എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പണം വരണ്ടേ? എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പണം കുറച്ച് മതിയെങ്കിൽ ഒരു ചെറിയ കഷ്ണം മാത്രം എടുത്തിട്ട് വിറ്റാൽ മതി. ഈ കുന്ന് മുഴുവൻ ഇനി മാന്തി പറിക്കാൻ പോവുകയാണ്.
ഇത് തിന്നു തീർക്കാൻ പോവുകയാണ്. അങ്ങനെ ഇത് തിന്നു തീർക്കുന്നതിന് അതേ അവസരത്തിൽ തന്നെ ഒരാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഏതാനും പേരുടെ വീട്ടിലേക്ക് ധാരാളം പണം ഒഴുകി വരുന്നു. അവർക്ക് സുഖമായിട്ട് കഴിയാം. അവർക്ക് അവരുടെ മക്കൾക്ക് അവരുടെ കുടുംബത്തിന് സുഖമായിട്ട് തലമുറകളോളം ജീവിക്കാനുള്ള വലിയ പണം ഇതിൽ നിന്നുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് അവർ പിന്തിരിയില്ല. അവർക്ക് പണമുണ്ടാക്കാൻ കഴിയുന്ന, ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, കോടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധ്യതയിൽ നിന്ന്, അതും അധികാരപത്രം കയ്യിലുള്ളപ്പോൾ അവ എന്തിന് പിന്തിരിയണം? അവർ പിന്തിരിയുമോ? ഇല്ല. അപ്പോൾ അവർ പിന്തിരിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അവരെ ആരെങ്കിലും സഹായിക്കുമോ? സഹായിക്കും. ഇവിടുത്തെ ഭരണകൂടം സഹായിക്കും. ഇവിടുത്തെ ഭരണകൂടം ഈ കുന്ന് എടുക്കുന്നതിന്, ഈ കുന്ന് ഇടിച്ച് തകർക്കുന്നതിന് എവിടെ എന്ത് വന്നാലും ഭരണകൂടം അറിഞ്ഞിരിക്കണം. ഒരാള് ഭരണത്തിനെതിരെയായിട്ട് പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ ആ വിവരം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ എവിടെയാണ് എത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തും. അപ്പോൾ ഭരണകൂടം ഇതിന് അനുകൂലമാണ്. ആ ധൈര്യമാണ്. ഇദ്ദേഹം ഇതിന് വേണ്ടിയിരിക്കുന്ന പത്രങ്ങളെല്ലാം ശരിയാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു കുന്ന് തുറന്നെടുക്കാനുള്ള അധികാരം കയ്യിലേക്ക് വരാൻ അദ്ദേഹം പെർമിഷൻ എടുത്തിട്ടുണ്ടോ? പെർമിറ്റ് കിട്ടിയിട്ടുണ്ടോ? ആ പെർമിറ്റ് ആരാണ് കൊടുത്തത്? എന്തന്വേഷിച്ചിട്ടാണ് ആ പെർമിറ്റ് കൊടുത്തത്? അത് പഞ്ചായത്തിന്റെ ആളുകളാണ് എങ്കിൽ പഞ്ചായത്ത് എന്തെല്ലാം പരിശോധിച്ചിട്ടാണ് അതിന് അനുമതി കൊടുത്തിരിക്കുന്നത്? അത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് എങ്കിൽ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഇങ്ങനെയുള്ള ഒരു കുന്ന് പൈതൃക സമ്പത്തായിരിക്കുന്ന, സ്വത്തായിരിക്കുന്ന, കാലത്തിന്റെ കാലത്തിൽ രൂപം കൊണ്ട ഈ കുന്നിന് രൂപമാറ്റം വരുത്താനുള്ള പെർമിഷൻ കൊടുക്കാൻ, പൈതൃകം എന്നുള്ള നിലയിൽ തന്നെ ഈ നാടിന്റെ പൈതൃകമായിരിക്കുന്ന ഈ കുന്നിനെ സംരക്ഷിക്കാനുള്ള ഒരു ചിന്ത പോലുമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് പെന്ന് ചലിപ്പിച്ച ഉദ്യോഗസ്ഥൻ ആരാണ്? ചോദിക്കണ്ടേ? അതിനാണ് നിങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു ചോദ്യം ഉയർത്താനാണ്. ആരുടെ മുന്നിലാണ് ഈ ചോദ്യം നിങ്ങൾ ഉയർത്തി വെക്കുന്നത്? ഈ കുന്നിന് താഴ്വരയിലുള്ള സർവ്വ ജനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ വലിയൊരു ചോദ്യചിഹ്നം എറിയുകയാണ്. നിങ്ങൾ ഉറങ്ങുകയാണോ സുഹൃത്തുക്കളെ? നിങ്ങൾ ഉറങ്ങുകയാണോ? നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉറങ്ങുകയാണോ? കണ്ടില്ലേ ഇത്? നിങ്ങൾ ഇവിടെ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ അറിയും, കോടിക്കണക്കിന് ആളുകൾ അറിയും. എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ഈ വിവരം അറിയിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചരിത്രപ്രധാനമായിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. നിങ്ങളെല്ലാം ചരിത്രപ്രധാനമായ ഒരു മുഹൂർത്തത്തിലെ പങ്കാളികളാണ് എന്നുള്ളത്, ആ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ നാം ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്നു. നമുക്ക് ആരെയും പേടിക്കാനില്ല. നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റുകാർ നമ്മെ പേടിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നവരെല്ലാം പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് മുന്നോട്ട് പോകുമ്പോൾ അവർ ചോദ്യം ചെയ്യപ്പെടും. അവർ എന്തു നിലയിലാണ് ഇത് കൊടുക്കാൻ കാരണം? അവർക്ക് ഇതിൽ നിന്ന് എന്ത് വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്? അവർക്ക് ഇതിനോട് താല്പര്യപ്പെടത്തക്ക രീതിയിൽ എന്ത് പാരിതോഷികമാണ്, എന്ത് സമ്മാനമാണ് ഈ ഉടമസ്ഥൻ, ഇതിപ്പോ കുന്നിനെ ഇടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന ആള് എന്ത് സമ്മാനമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കുന്ന ഒരു സമയം വരും മുന്നോട്ട് വരുമ്പോൾ. ഇതിനെല്ലാം വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എല്ലാ കടലാസുകളും എടുപ്പിക്കാവുന്നതാണ്. അതിനുള്ള ഒരു സമിതി ഈ നാട്ടിൽ രൂപം കൊള്ളേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു സമിതി ഇവിടെ രൂപം കൊള്ളാൻ വേണ്ടി അത്തോളി
സ്കൂൾ? അത്തോളി ഹൈസ്കൂൾ. അത്തോളി ഹൈസ്കൂളിലെ സുരേഷ് മാഷ്, ബാക്കിയുള്ള മാഷ്മാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അഭിലാഷ് മാഷ്, അങ്ങനെയുള്ള ബാക്കിയുള്ള മാഷ്മാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യമുണ്ട്. ഈ നാട്ടിൽ ഒരു സമിതി ഉണ്ടാവണം. ഈ എലിയോട് മല സംരക്ഷണ സമിതി ഉണ്ടാവണം. ആ സമിതി ഉണ്ടാക്കാനുള്ള കാരണമാവട്ടെ ഇത്, ആ സമിതി ഉണ്ടാവാനുള്ള തുടക്കമാവട്ടെ ഇത്. ആ തുടക്കമുണ്ടാക്കി ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അത് ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹമാണ് ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്യേണ്ടതും നോക്കേണ്ടതും. അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കട്ടെ. പക്ഷേ സമിതിയിൽ അദ്ദേഹം അധ്യക്ഷനാവരുത്. എലിയോട് മല സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ ഈ നാട്ടിൽ നിന്ന് ശരിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരു 10 പേരടങ്ങുന്ന 10 പേരെ നിങ്ങൾ തെരഞ്ഞെടുക്കാൻ അധ്യാപകരായിരിക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഇത്രയും കുട്ടികളെ ഈ കുന്നിലെത്തിക്കാൻ പ്രകൃതി പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്ക് ക്ലാസ്സിലിരുന്ന് പുസ്തകത്തിലെ വരികൾ നോക്കി പറഞ്ഞ് ഉരുവിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നേരിട്ട് ഇങ്ങനെയുള്ള ഒരു രംഗത്തേക്ക്, ഒരു പ്രകൃതി വിനാശ രംഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന അധ്യാപകരെ അനുമോദിക്കേണ്ടിയിരിക്കുന്നു, അവരെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു, അവരെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അവർ അധ്യാപകരാണ്. നിങ്ങളുടെ അധ്യാപകരാണ് എന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അധ്യാപകർ എന്ന് പറയുമ്പോൾ അധ്യാപക ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അത് വേറെ. അധ്യാപകൻ ഒരു ഗുരുവായി മാറേണ്ടവനാണ്. ഗുരുവായി മാറേണ്ട ലക്ഷണങ്ങളുള്ള അധ്യാപകർ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അവിടുത്തെ നിങ്ങളുടെ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ മാഷോട് എനിക്ക് പ്രത്യേകം സ്നേഹമുണ്ട്. ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്ന സുരേഷ് മാഷ്, അഭിലാഷ് മാഷ്, ബാക്കിയുള്ള മാഷുമാർ, സ്വാഗതം പറഞ്ഞിരിക്കുന്ന മാഷ് പേരെന്നോട് വിജയൻ മാഷ്. അപ്പം എല്ലാവരും, ബാലൻ സാർ നമ്മളെ കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം. കൂടുതൽ സംസാരിക്കാനുണ്ട്. പക്ഷേ ഇപ്പൊ നിങ്ങളിങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് വർത്താനം പറയാൻ വരുന്നില്ല കേട്ടോ. അപ്പൊ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ജീവിതകാലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതകാലത്തെ ദിവസങ്ങളിൽ ഒന്നും നിങ്ങൾ ഇത്ര മഹത്തായ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല. വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ട് പോവുക. ഇതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഇനിയും പങ്കാളികളാവണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാടിനെ സംഘടിപ്പിക്കുന്ന ഒരു വൻ ശക്തി, വലിയൊരു നീക്കം ഈ കുന്നിൽ നിന്നുണ്ടാവട്ടെ. ഈ കുന്നിന്റെ മൂർധാവിൽ നിന്നുകൊണ്ട് ഈ കീറിപ്പൊളിച്ചിരിക്കുന്ന ഒരു ഓപ്പറേഷൻ നടത്തി ആകെ വികൃതമാക്കി വേദന ജനിപ്പിക്കുന്ന ഈ രംഗത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. എലിയോട് മല ഈ നാടിന്റെ മലയാണ്. എലിയോട് മല ഈ നാടിന്റെ പേരാണ്. ഈ നാടിന്റെ പേരിനെ സംരക്ഷിക്കാൻ, ഈ നാടിന്റെ മലയെ സംരക്ഷിക്കാൻ, ഈ നാടിന്റെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഞാൻ എന്നും കൂടെയുണ്ടാവും. എല്ലാവരെയും ഞാൻ ഈ ഒരു നീക്കത്തിലേക്ക് നയിക്കും എന്ന് ആകാശം സാക്ഷിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ അജിത് കുമാർ കരുമണ്ണൂർ ഇവിടെയുണ്ട്. 2 വാക്കുകൾ ആശംസയായിട്ട് അദ്ദേഹം അർപ്പിക്കും. അതിനുശേഷം PTA
പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമാനതകളില്ലാത്ത ഒരു സമരം, നാളുകളിൽ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന സമരം, ആ സമരമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെ കമനീയ ശേഖരം, അത് തകർക്കാൻ ഒരു ശക്തിയെയും ഒരു കാട്ടാളനെയും നമ്മൾ അനുവദിക്കില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, എലിയോട് മല, ഈ മല സംരക്ഷിക്കപ്പെടണം. കാടും കുന്നുകളുമെല്ലാം ഇടിച്ചു നിരത്തി വൃദ്ധസദനങ്ങൾ സമൃദ്ധമാകുന്ന ലോകത്ത് ജീവിക്കുക എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന നമ്മൾ ഇനിയൊരു തലമുറയ്ക്ക് വേണ്ടി എന്ത് നമുക്ക് കരുതി വെക്കാം എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന നമ്മൾക്ക് ഇത്തരം കുന്നുകളുടെ നാശം ഇനി അനുവദിച്ചുകൂടാ. ഒരുപാട് കുന്നുകളും അതുപോലെ തന്നെ നീർച്ചാലുകളും എല്ലാം തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ നാളെ നമ്മുടെ തലമുറ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. നമ്മളോട് ചോദിക്കും, എനിക്ക് വേണ്ടി എന്ത് ഈ പ്രകൃതിയിൽ സമ്പാദിച്ചു? ആഫ്രിക്കയിൽ ഈ അടുത്ത കാലത്ത് 1.5 ലക്ഷത്തോളം വൃക്ഷത്തൈ നട്ട് അതിനെ സംരക്ഷിച്ചു പോന്നിരിക്കുന്ന ഒരു വനിതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും വന്ന സായിപ്പ് നമ്മുടെ കാടുകളും കുന്നുകളും ഒക്കെ കണ്ട് റഷ്യയിൽ പോയി കാവുകൾ ഉണ്ടാക്കുകയാണ്. നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ കാവുകളും കുന്നുകളും എല്ലാം നമ്മൾ ഇടിച്ചു നിരത്തുകയാണ്. പണത്തിനോട് ആർത്തിമൂത്ത ദ്വരമൂത്ത ഈ ഒരു കാട്ടാളക്കൂട്ടം സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ പ്രവൃത്തിയെ ശക്തമായി ചെറുക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഹരിതസ്പർശം എന്ന ഈ വലിയ സമരത്തിന് ഇന്ന് ഇവിടെ താൽക്കാലികമായി സമാപനം കുറിക്കുകയാണ്. പ്രകൃതിക്ക് വേണ്ടിയുള്ള ഈ കുരുന്നുകളുടെ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മലബാർ വിഷനു വേണ്ടി ക്യാമറാമാൻ രമേശ് കാക്കൂറിനൊപ്പം അഭിലാഷ് KC.